ജീവനേക്കാൾ വലുതാണ് പിറന്ന നാടിൻ്റെ മാനവും സ്വാതന്ത്ര്യവുമെന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കാൻ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. 1765 ബക്സർ യുദ്ധത്തിലെ പരാജയത്തെ തുടർന്നുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ബംഗാൾ നവാബ് ബംഗാളിലെയും ബീഹാറിലെയും നികുതി പിരിക്കുന്നതിനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയത് വ്യാപാര സ്ഥാപനമായി പ്രവർത്തനം ആരംഭിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം ഏറ്റെടുക്കാനുള്ള അവസരം ഒരുക്കി. ഇതിനായി കമ്പനി 1773 കൽക്കട്ട ആസ്ഥാനമാക്കി ഭരണം തുടങ്ങുകയും ഗവർണർ ജനറൽ ആയി വാറൻ ഹേസ്റ്റിങ്സിനെ നിയമിക്കുകയും ചെയ്തു. 1858 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ തുടർന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് പുത്തൻ ഉണർവ് വന്നത് ശിപായി ലഹള എന്നറിയപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെയാണ്. റാണി ലക്ഷ്മിഭായിയുടെ നേതൃത്വത്തിൽ 1857 മെയ് 10 പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം 1858 ജൂൺ 20 അവസാനിച്ചു. 1885 A.O. ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവത്കരിച്ചു. 1905 കഴ്സൺ പ്രഭു ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ചു. 1916 ഇന്ത്യക്കാരെ സ്വയം ഭരണത്തിന് പ്രാപ്തരാക്കാൻ ഹോം റൂൾ പ്രസ്ഥാനം നിലവിൽ വന്നു. 1917 ചമ്പാരനിലെ നീലം കർഷകരുടെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നുവന്നു. 1919 ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സർക്കാരിന് നൽകുന്ന റൗലറ്റ് ആക്ടിനെതിരെ രാജ്യവ്യാപക ഹർത്താൽ നടന്നു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പൊതുയോഗത്തിനു നേരെ വെടിവയ്പുണ്ടായി. 1000-ലേറെ പേർ മരണമടഞ്ഞു. 1920 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനത്തിന് രൂപം നൽകി. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂരിൽ സമരക്കാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇതിൽ മനംനൊന്ത ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. 1927 ഇന്ത്യൻ ഭരണഘടന പരിഷ്കാരങ്ങൾക്കായി ബ്രിട്ടീഷ് സർക്കാർ സൈമൺ കമ്മീഷൻ രൂപവത്കരിച്ചു. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു. ഡിസംബർ 31 രവി നദിക്കരയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നെഹ്റു ഉയർത്തി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. 1930 മാർച്ച് 12 78 പ്രതിനിധികൾക്കൊപ്പം സാബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര പുറപ്പെട്ടു. ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്തെത്തി. ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. 1931 സെപ്റ്റംബറിലെ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാനും അധികാരം കൈമാറാനും ആവശ്യപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം നടത്തി. 1945 ബ്രിട്ടനിൽ അധികാര കൈമാറ്റം നടന്നു. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. 1946 മാർച്ചിൽ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുത്തി ഒരു ഇടക്കാല സർക്കാർ രൂപവത്കരിക്കാൻ മിഷൻ തീരുമാനിച്ചു. 1946 സെപ്റ്റംബറിൽ വൈസ്രോയിയായ വേവൽ പ്രഭു ഇടക്കാല മന്ത്രിസഭ രൂപവത്കരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിച്ചു. 1947 ജൂൺ 3 പുതിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ ഇന്ത്യയെ രണ്ടായി വിഭജിക്കാനുള്ള ബാൾക്കൺ പദ്ധതിക്ക് രൂപം നൽകി. 1947 ജൂലൈ 18 ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കി. ഇതോടെ ബാൾക്കൺ പദ്ധതി നിയമവിധേയമായി. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വന്നു.
1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ സമിതി യോഗം ചേർന്ന് നെഹ്റുവിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. വന്ദേ മാതരം. ജയ് ഹിന്ദ്.